നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീന വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. ഈ സമയത്ത് ബബിതയാണ് വന്ന് കഥ തുറക്കുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബബിതയുടെ മുഖമൊക്കെ വിളറി വെളുത്തു. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് ബബിത വാതിക്കലേക്ക് അങ്ങോട്ട് കയറുന്നു. നീ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. കയറാൻ പാടില്ലെന്നോ? ഇതിപ്പോ നല്ല കഥയായി. നിനക്കിത് എന്താ ബബിതയെന്ന് ചോദിച്ചു. അതെ, നീ അച്ഛൻ്റെ അടുത്തേക്കല്ല. അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോളാനോ? എന്തിനാ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോന്നേ? അതെ, നീ ഇവിടെ വന്നാൽ കേറ്റല്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, അച്ഛനോട് പോയി ചോദിച്ചിട്ട് അച്ഛൻ്റെ അനുമതി മേടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്താണെന്നറിയാവോ? അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാ നീ ഇവിടെ ഉണ്ട്. ഞാൻ അച്ഛനോട് കീയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. അത് കേട്ടതും ഭാബി പറഞ്ഞേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ചിലപ്പോൾ കള്ളത്തരം പറയുന്നതായിരിക്കും. അച്ഛൻ്റെ അടുത്ത് പോയി പെർമിഷൻ മേടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് വന്നാൽ കയറ്റേണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞേ. അന്ന് ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പം തന്നെ അച്ഛനെ വിളിക്കാം. അച്ഛനെ വിളിച്ച് ചോദിക്കാം, നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ വിളിക്കാം. അപ്പോഴേക്കും അവ പറഞ്ഞു, വേണ്ട വേണ്ട, അത് വേണ്ട, ഞാൻ അച്ഛനെ വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴല്ലേ അലീന പറഞ്ഞു, എന്നാൽ ശരി, നീ അങ്ങോട്ട് മാറ്. അതിപ്പം കയറാൻ പറ്റില്ല, ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ, എന്നിട്ട് നീ കയറിയാൽ മതി. അല്ല ബബിയെ, എന്നാ പിന്നെ നീ വിളിക്കുക. എനിക്കിപ്പോൾ വിളിക്കാൻ സൗകര്യമില്ല, എനിക്ക് കുറച്ച് കഴിയുമ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. അന്നെങ്കിലേ നീ കുറച്ച് കഴിയുമ്പോൾ വിളിച്ചോ, പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ബബിതനെ അങ്ങോട്ട് മാറ്റിയിട്ട് അലീന അകത്തേക്ക് കയറി. എന്താ ഇവിടെ ഒരു കള്ളം കയറിയതിൻ്റെ ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കള്ളനോ? അലീന എവിടെയൊക്കെ നോക്കുകയാണ്. അതെ, ഒരു കള്ളം കയറിയ ലക്ഷണം കാണുന്നുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഒരു കള്ളനുണ്ടെന്ന് പറഞ്ഞു. കാരണം ബബിതയുടെ മുഖത്തെ വെപ്രാളം വിറയലോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അലീനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് അലീന അവിടെ അടുക്കളയിലൊക്കെ പോയി നോക്കുകയാണ്, മുറിയിലൊക്കെ പോയി നോക്കുക. ആ സമയം ബബിത പിന്നാലെ തന്നെയുണ്ട്. ബബിത പറഞ്ഞു, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? നീ വന്നപ്പോൾ മുതൽ ഇതിലൂടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നാണല്ലോ, നിനക്കിതെന്താ അലീന പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കള്ളനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആ കള്ളനെ പിഴുകൂടാൻ വേണ്ട ഞാൻ നോക്കുന്നേ. വെറുതെ നീ പറയരുത്, ഇവിടെ കള്ളനൊന്നുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കള്ളനും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന പോയി കഥ അങ്ങോട്ട് അടച്ചു. കഥ അടച്ചിട്ട് കീ അങ്ങോട്ട് എടുത്തു. അകത്തുനിന്നത് കഥ അടച്ചിട്ട് കീ എടുത്ത് കൈ വിളിച്ചു. പിന്നീട് നേരെ അടുക്കളയിലേക്ക് വന്നു. അവിടെ നിന്നൊരു കത്തിയൊക്കെ എടുത്തു. പിന്നീട് അവിടെയൊക്കെ നോക്കുകയാണ്. അലീന നോക്കുന്നുണ്ടപ്പോൾ ഭവിതയ്ക്ക് ടെൻഷനായി. പിന്നീട് ടെറസിലും കൂടെ ഒന്ന്, ടെറസിലല്ല മോളിലെ മുറികളിലോ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ഭവിത പറഞ്ഞു, അതെ, എനിക്ക് വല്ലാത്തൊരു തലവേദന എന്ന് പറഞ്ഞു. തലവേദന? അതെ, അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നേ. നീ ഒരു കാര്യം ചെയ്യുക, മെഡിക്കൽ ഷോപ്പിൽ പോയി എനിക്കൊരു മെഡിസിൻ മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചു. തലവേദനയ്ക്കുള്ള? അതേന്നെ, ഞാൻ അതുകൊണ്ട് സ്വസ്ഥതയെ സമാധാനത്തോടെ കിടക്കുമായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ, തലവേദനയാണല്ലേ? അതേന്നെ, തലവേദന. ഒരു കാര്യം ചെയ്യാം, തലവേദനയ്ക്കുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഈ വേദനയ്ക്കുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അത് പറ്റില്ല. അതെന്താ? ഞാൻ കഴിക്കുന്ന മരുന്ന് തന്നെ എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അല്ല, ആ മരുന്നിൻ്റെ പേരില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ പേരൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ആ മരുന്ന് പറഞ്ഞേട്ടാ, ഞാൻ മേടിച്ചോണ്ട് തരാം. ഞാൻ എൻ്റെ കുറിപ്പേട് എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങോട്ട് പോയി. ആ സമയം അലീനെ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ബബിത തിരികെ വന്നു. എന്നാ ഈ മരുന്ന് മേടിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യം ചെയ്യാം, നീ സ്ട്രിപ്പായിട്ട് തരണ്ട, ഇത് എത്തേലും കുറിച്ച് തന്നാൽ മതി, ഞാൻ അതുമായിട്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ശരി, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയി കുറിച്ചെടുത്തോണ്ടിരാന്ന് പറഞ്ഞിട്ട് പേനയും പേപ്പറും എടുക്കാനായിട്ട് ബബിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അലീന മുകളിലേക്ക് അങ്ങോട്ട് കയറുവാണ്. അപ്പോഴേക്കും ബബിത പെട്ടെന്ന് തിരികെ വന്നു. അല്ല, നീ ഇത് എന്തെടുക്കുവാന്ന് ചോദിച്ചു. മിണ്ടരുത്, മുകളിലൊരു കള്ളനുണ്ടെന്ന് പറഞ്ഞു. കള്ളനോ? അതെ, ഞാൻ അവനെ കണ്ടെന്ന് പറയണം. കള്ളനോ? ഇത് വെറുതെ പറയരുത്, സത്യവ, നീ അവിടെ നിൽക്കാനായിട്ട് പറയണം. എന്നിട്ട് അലീന അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും ബബിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അലീന മുകളിലത്തെ മുറിയിലേക്കൊക്കെ ചെന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് അമലൊരു മുറിയിലുണ്ട്, അവളുടെ കാമുകനും ബബിതയുടെ. അങ്ങനെ അലീന ആദ്യം ഒരു മുറി തുറന്നു നോക്കി. അപ്പം അതിനകത്ത് അവൻ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കഥ ഇങ്ങനെ മറന്നു നിന്നുകൊണ്ട് അലീനെ കണ്ടില്ല. പിന്നീട് ബാക്കി മുറിയൊക്കെ പോയി തുറന്നു നോക്കുകയാണ്. എവിടെ പോയി? ഇവിടെ ആരോ ഒരാളുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് ഉറപ്പായി. അലീന ഇങ്ങനെ ആലോചിച്ചു. കാരണം ഈ എക്സസൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച മുറിയിലായിരുന്നു അലീന ആദ്യം പോയി തുറന്നു നോക്കിയത്. അവിടെയായിരുന്നു അവൻ പതുങ്ങി നിന്നിരുന്നേ. പിന്നീട് അലീനയ്ക്ക് വീണ്ടും തോന്നി ഒന്നുകൂടെ ആദ്യത്തെ മുറി തുറന്നു നോക്കാന്ന്. അങ്ങനെ പോയി തുറന്നു നോക്കണ സമയത്ത് അവനിങ്ങനെ കുഞ്ഞു നിൽക്കുന്ന കണ്ട് അവിടെ. ആ കാഴ്ച കണ്ടപ്പോഴത്തേനും അലീന എന്നിട്ട് ചോദിച്ചു, നീ ആരടാന്ന് ചോദിച്ചു. ഞാൻ അമലാന്ന് പറയാം. ഓ, നീയായിരുന്നു. നിന്നെ അല്ലേടാ മുമ്പ് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടെ, ഒരു ദിവസം നീ ഇവിടെ വന്നല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ബബിത ആകെപ്പാടെ ടെൻഷൻ അടിച്ച് താഴെ നിൽക്കുക. ബബിതയ്ക്ക് വല്ലാത്ത പേടിയായി. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അമലിനെ കണ്ടെത്തുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. കണ്ടെത്തിയാൽ തീർന്നു. പെട്ടെന്ന് ബബിത മുകളിലേക്ക് കയറി വന്നു. ഈ സമയത്ത് അമലിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു.
അലീന ആ സമയത്ത് അലീന പറഞ്ഞു കടന്നു പോയിക്കോ അവിടുന്ന്, നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമല് പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരടി, നീ ഇവിടുത്തെ സെർവൻ്റ് അല്ലേന്ന് ചോദിച്ചു. അതെ, ഞാനിവിടുത്തെ ജോലിക്കാരി തന്നെയാ, പക്ഷെ നിനക്കെന്താ അതുകൊണ്ട് ഛേദം? അതെ, ഞാൻ പറയുന്ന നീ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇപ്പം ഈ വീണ്ടും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാ, അതോട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. പോകാൻ സൗകര്യം ഇല്ലെങ്കിലോ? സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത വന്നിട്ട് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇതാരടിന്ന് ചോദിച്ചു. നീയല്ലേ പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്. അതിന് ഞാൻ കള്ളനില്ലെന്നല്ലേ പറഞ്ഞേ. ഓ, കള്ളനില്ല, കാമുകൻ ഉണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചു. ഇത് അലീന സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. എടി, ആരുമില്ലാത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റി എടുത്തുന്നാണോ മര്യാദ? ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? ഇവിടെ ആരുമില്ലെന്നല്ലേ പറഞ്ഞേ. ഇവനുണ്ടാ കാര്യം നീ എന്നോട് പറഞ്ഞോ? അത് പിന്നെ ഇവൻ കള്ളനല്ലാത്തോണ്ടാ പറയാതിരുന്നേ. കള്ളനല്ല പോലും. നിനക്ക് നാണമുണ്ടോ ബബിത ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? മര്യാദയ്ക്ക് ഇവനെ ഇറക്കി വിടാൻ നോക്കി വീട്ടിൽ നിന്ന്. അതെ, ഇപ്പോഴിവൻ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്ത് ചെയ്യും? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്നാൽ എന്നോട് ചോദിച്ചു. ഞാനായിരുന്നു മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ്റെ മോളെ ഞാൻ. നിന്നോട് ചോദിക്കാനുള്ള അർഹതയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും ബബിത പറഞ്ഞു കൂടുതൽ നീയേ അവകാശമുണ്ട് എടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട അമലെ, ഇപ്പം നീ പോകണ്ടാന്ന് പറഞ്ഞു. ഇവളെ എന്താ ചെയ്യുന്നതെന്ന് കാണണമല്ലോ. ആഹാ, അത്രയ്ക്കായോ? അലീന പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് തൻ്റെ ഫോൺ എടുത്തു. നിനക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലേ? എങ്കിലും അച്ഛനെ ഇപ്പം തന്നെ വിളിച്ചേക്കാം. അച്ഛനോട് പറയാം, അച്ഛൻ വരട്ടെ, അച്ഛൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയ്ക്ക് തോന്നി ശരിയാകത്തില്ലെന്ന്. ബബിത പെട്ടെന്ന് അമലിനോട് പറഞ്ഞു നീ പോയിക്കോടാ എന്ന് പറയണേ. അപ്പോഴേക്കും അമലോട് നീയും കൂടെ വാ, ഞാനും നിന്നോടൊപ്പം വരാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വാ, നീ അച്ഛനോട് വിളിച്ചു പറഞ്ഞേരെ ഇവൻ്റെ ഒപ്പം ഞാൻ പോയെന്ന്. ഇത് കേട്ടതും അലീനയ്ക്ക് ദേഷ്യമായി. അലീന പറഞ്ഞു നീ അങ്ങനെ പോകത്തില്ല, അവൻ വേണേ പോ, നീ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അമല ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നെ വിടാനാ നിന്നോട് പറഞ്ഞേ. അപ്പോഴേക്കും അലീന പറഞ്ഞു നീ പോയിക്കോ, പക്ഷെ അതിവൻ ഞാനുള്ളപ്പം മാത്രമായിരിക്കില്ല, അച്ഛനുള്ളപ്പം നീ എന്ത് വെള്ളം കാണിച്ചോ? അച്ഛനോട് പറഞ്ഞിട്ട് നീ അവനോടൊപ്പം പോയിക്കോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാനിവിടെ ഉള്ള സമയത്ത്, ഞാൻ തനിച്ചുള്ള സമയത്ത് നിന്നെ ഒരിടത്തേക്ക് ഞാൻ പറഞ്ഞു വിടത്തില്ല. നിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ബബിത പോവാനായിട്ട് വാശി പിടിച്ചു. അലീന കയ്യിൽ കയറി പിടിച്ചു നിർത്തി അവളെ വിടാതെ. ഈ സമയത്ത് അമല് പുറത്തു നിന്നിട്ട് വിളിച്ചു ബബിതയെ നീ വരാൻ പറയണം. എടി എന്നെ വിടാൻ പറഞ്ഞു, പക്ഷെ വിട്ടില്ല. പിന്നീട് അലീന അവളെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഞാൻ വരടാ നിന്നോടൊപ്പം, ഞാൻ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അവിടെ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമല് പേടിച്ചു പോയി. ഈ സമയത്ത് അലീന അവിടെ കിടന്നൊരു കുറ്റിച്ചൂടെടുത്തു. നിന്നെ ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞ് ചൂല് വെച്ച് അടിക്കുകയാണ്. അവൻ ജീവനും കൊണ്ട് ബൈക്കും കൊണ്ട് ഓടി. പിന്നീട് അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബബിത ചോദിച്ചു നീ എന്ത് പരിപാടിയാടി കാണിച്ചതെന്ന് ചോദിച്ചു. നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? എടി, നിനക്ക് ഇവനെ വിളിച്ച് വീട്ടിൽ കയറ്റാനായിട്ട് എന്ത് കാര്യമുള്ളതെന്ന് ചോദിച്ചു. അതെൻ്റെ ഇഷ്ടം, അവൻ എൻ്റെ ഫ്രണ്ടാ, ഞാൻ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റും. എടി, ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ഞാൻ വരുമ്പോൾ മുറി കയറി പാത്തിരിക്കുകയാണോ ചെയ്യണ്ടേ? അതാണ് അതിൻ്റെ മര്യാദ. ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വരിക, ഇതൊക്കെ നീ എന്നോട് എന്തിനാ പറയണേ? നീ എന്നോട് ചോദ്യം ചെയ്യാറൊന്നും ആയിട്ടില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ കൂടെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അതിനുള്ള യോഗ്യത നിനക്കില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു യോഗ്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പിന്നെ ഞാൻ നിന്റെ ആരാന്ന്? നിന്റെ ചേച്ചിയാടി ഞാൻ. അപ്പം എനിക്ക് നിന്നെ ഉപദേശിക്കാനും ശാസിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ നിങ്ങളെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് കടയിലേക്കൊക്കെ പോന്നേ. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വം മൊത്തം എനിക്കാ. പിന്നെ ഒരു ഉത്തരവാദിത്വമായിട്ട് വന്നിരിക്കുന്നു, ഞാൻ പോകും അവൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അങ്ങനെയാണോ? അന്നൊന്ന് കാണിച്ചു തരാം, ഇപ്പം തന്നെ അച്ഛനെ വിളിച്ചേക്കാം, അച്ഛനെ വിളിച്ച് പറയാം. ഇതിന് മാത്രം അവനും നീയുമായിട്ട് എന്ത് ബന്ധമുള്ളതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ ബബിത പറഞ്ഞു വേണ്ട, നീ അച്ഛനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അച്ഛനെ വിളിക്കാൻ ഞാൻ, കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയണമല്ലോ. അപ്പോഴേക്കും ബബിത പറഞ്ഞു വിളിക്കരുത്, അവൻ എനിക്കിഷ്ടമാണ്, എൻ്റെ കാമുകനെ അവന്, ഞാനും അവനും തമ്മിൽ സ്നേഹത്തിലാന്ന് പറഞ്ഞു. ആ തേനീച്ചക്കൂട് പോലെ അവനാണോ? ആ തേനീച്ചത്തലേനാണോ നിന്റെ കാമുകന്? എടി, നാണമുണ്ടോ നിനക്ക് കാമുകനാന്ന് പറയാൻ വേണ്ടി അവന്? ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട്. അതെ, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നു. ശരിയെ സമ്മതിച്ചു, പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് പ്രേമം എന്നല്ല, പ്രണയം എന്നല്ല പറയണ്ടേ. ഇഷ്ടം പോലെ നല്ല നല്ല പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പറയേണ്ട കാമെന്നാ പറയണ്ടേ. ആരുമില്ലാത്ത സമയത്ത് ഒരുത്തിനെ മുറിയിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് പ്രേമമാന്ന് പറയുന്ന പോലും ഇതിന് വേറെ പേരാ പറയണേ. എടി, ഇങ്ങനെയുള്ളവർക്കൊക്കെ അവസാനം എന്താ പറ്റണേന്നറിയാവോ? വല്ല റെയിൽപാളത്തിലോ ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴം കയറിലോ അവരവരുടെ ജീവനെടുക്കും. അങ്ങനെയാ സംഭവിക്കുന്നത്. അത് നിനക്കറിയത്തില്ല. അല്ല, നിന്റെ കാമുകനാന്ന് പറഞ്ഞല്ലോ, അവനെക്കുറിച്ച് നിനക്ക് എന്തേലും അറിയാവോ? അവൻ്റെ വീട്ടിലെന്താ അവസ്ഥ, എന്താ? അവന് നല്ലൊരു വീടുണ്ടോ, ജോലിയുണ്ടോ, അവൻ്റെ വീട്ടുകാർ എത്രക്കാരാ, അതൊക്കെ നിനക്ക് അറിയാവോന്ന് ചോദിച്ചു.
ബബിതയൊന്നും മിണ്ടിയില്ല. ഇതൊന്നും അറിയത്തില്ലാതെയാണ്ട് നീ അവനെ പ്രേമിക്കാൻ പോയത്. ഇങ്ങനെ കുറെ പെൺകുട്ടികളുണ്ട്, ഇറങ്ങിത്തിരിക്കും, ഒടുവിൽ പണി കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അവൻ അത്രക്കാരനൊന്നുമല്ല. അതെ, പ്രേമിക്കുന്ന സമയത്ത് നീയൊക്കെ ഇങ്ങനെയൊക്കെയാ പറയുള്ളൂ, അവസാനം പണി കിട്ടി കഴിയുമ്പോഴേ അറിയുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അലീന പറഞ്ഞു. ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബബിത അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന രൂക്ഷമായിട്ട് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് അലീന മുറിയിലേക്ക് വന്ന് കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അതിനുശേഷം അലീന ഡ്രസ്സൊക്കെ മാറ്റിയേക്കാന്ന് കരുതി ബാഗ് തുറന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒരിക്കലും അലീന പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് അലീന മുറ്റമൊക്കെ തൂത്തോണ്ടിരിക്കുമ്പോഴത്തേനും കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ചേച്ചി മുറ്റം നോക്കുന്നോ? ചേച്ചി ഇത് എപ്പോഴാ വന്നേന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ വന്നായിരുന്നു. ഇതെന്താ ഇപ്പം മുറ്റത്ത് നോക്കുന്നേ? അതെ, നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിക്കേണ്ട നമ്മളല്ലേ, അപ്പം മുറ്റം തൂത്തില്ലെങ്കിൽ നമ്മൾ വേണ്ടേ അതൊക്കെ ചെയ്യാനായിട്ട്. അതെ, എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മടിയായിരുന്നു പറഞ്ഞു. അത് സാരമില്ല. അല്ല, ബബി ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു പറയണം. പിന്നെ അലീന പറഞ്ഞു, അല്ല മോളെ, എൻ്റെ ഡ്രസ്സൊക്കെ ആരാണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് വെച്ചിരിക്കുക? അതേന്നേ, കുറേ ചുരിദാറുകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഞാനതെല്ലാം പുതിയത് വാങ്ങണമെന്ന് പറഞ്ഞു. അതാരാ കട്ട് ചെയ്ത്? അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അറിഞ്ഞോ ഇതെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, അച്ഛന് വിഷമാവില്ലേ, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാനൊന്ന് നോക്കട്ടെ, അല്ലിനി ചേച്ചിയുടെ മുറിയിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിട്ട് ബാഗ് തുറന്ന് അതിനകത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് നോക്കണം. എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചേക്കുക. അത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. കൃഷ്ണമോൾക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം ആരോ ചെയ്താന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.